അറസ്റ്റ് ചെയ്ത്. എങ്ങനെ എന്തിന്? എന്തോ ഒരു വെർച്വൽ അറസ്റ്റ്. എന്ത് കോപ്പാന്ന് എനിക്കറിയില്ല. എന്തിട്ടാ സുധിയെ വെർച്വൽ എന്ന് പറഞ്ഞാല്? അല്ലടാ ഈ വെർച്വൽ എന്ന് പറയുന്ന പുതിയ SI ആണ്. മുട്ടയല്ലേ? വല്ല CI ആവും. CI അല്ല SI അല്ല ആരായാലും ശരി ശീതളൊന്നും ചെയ്യില്ല. വേണ്ടിയെടുത്തേ ശീതളുടെ വീട്ടിലേക്ക് വിട്. അമേരിക്കയിലൊക്കെ ഇത് ആദ്യം ഉണ്ടായിട്ടുള്ളതാ വെർച്വൽ അറസ്റ്റാ. നാട്ടിലേത് ആദ്യമായിട്ടാ. അത് ഇവിടുത്തെ ഭരണത്തിന്റെ കുഴപ്പം കൊണ്ട്. എന്താണ് അല്ല എന്തിനാ നിങ്ങൾ ഇങ്ങനെ വന്ന് കൂടി നിൽക്കണ? നിങ്ങൾ വെറുതെ കൂടി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കട്ടെ. ഇവിടെ അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇത് വെർച്വൽ അറസ്റ്റ് ആണ്. ഓൺലൈനിലൂടെ അവർ ക്വസ്റ്റ്യൻ ചെയ്യും, ആ പ്രശ്നം അങ്ങോട്ട് പരിഹരിക്കും, അത്രേ ഉള്ളൂ. വന്നേക്കാണ് ഇവിടെ. അതിലൊരു ആപത്ത് വന്നാൽ വിളിച്ച ഒരാളും ഉണ്ടാവില്ല. ചെല്ലി പോവാൻ നോക്ക്. അത് ഇവിടെ ആലോചിക്കേണ്ടത്. ചെല്ലി ശീതളം കൊണ്ടയാ കൊണ്ടയാ ശീതളം കൊണ്ടയാ. എവിടെ പോലീസ് വണ്ടി? എവിടെ എന്തൊരു കഷ്ടമാണ് ദൈവം ഇത്. കാര്യം പോലീസ് വണ്ടി എവിടെ? എവിടെ പോലീസ്? എവിടെ ശീതളം കൊണ്ടയാ? എന്തറിഞ്ഞിട്ടാണ് സുധേരനീ പറയുന്നത്? ശീതളിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നു പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ അലമ്പുണ്ടാക്കല്ലേന്ന്. ഇത് കൈവിട്ട കളിയാണ്. ഇത് ഇവിടുത്തെ ചില്ലറ കേസല്ല. ഡൽഹിയിൽ നിന്നാണ് പോലീസ് ഇടപെട്ടാണ്. കേരളത്തിലെ ആളിന് എന്തുകൊണ്ടാണ് ഈ ഡൽഹിയിൽ നിന്ന് പോലീസ് വന്നുകൊണ്ടേ? സൂതേട്ട് ഇത് വെർച്വൽ അറസ്റ്റ് ആണെന്ന്. ഏത് അറസ്റ്റ്? 12 പ്രാവശ്യം ഞാൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തന്നെ. ഇതുവരെ ഇങ്ങനെ ഒരു അറസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. കാര്യം പറയാം, നിങ്ങളൊക്കെ കൂടി കളിച്ച് അളിയന്റെ ജീവിതം കോഞ്ഞാട്ടേക്കല്ലേട്ടാ. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. അത് ക്ലിയർ ആയിക്കോളും. പൊയ്ക്കോ. അത് നീ പറഞ്ഞ എങ്ങനെ ശരിയാവണത്? അപ്പൊ അതിന് ഇന്ന് വരെ പോലീസ് പിടിച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ. ഇത് അനുഭവ സമ്പത്തുള്ള ആളാണ് ഞാൻ. സൂതേരന് ഇനി അത്ര നിർബന്ധമാണെങ്കിൽ അളിയൻ ചെയ്ത തെറ്റി സൂതേരനാ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുത്തോ. അവിടെ ചെന്ന് ചോദ്യം ചെയ്യുന്നത് എന്തുട്ട് നീ പറഞ്ഞ വേണ്ടുവെന്ന് ഏറ്റെടുക്കുന്നത്? എന്നാ സുഖദേട്ടൻ ഇടപെട. അവരോട് പോകാൻ പറ. നിങ്ങളൊക്കെ എന്തുട്ട് നോക്കിക്കണേ? എന്ത് ചെയ്യണം ഞങ്ങള്? ശീതളിനെ വിളിക്കുന്നത്. ശീതളൻ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യണം ഓൺലൈനില്. എന്തുട്ട്? ഓൺലൈനില് TV-ല് ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുന്ന ലാപ്ടോപ്പില്. അതിന് മറുപടി പറയട്ടെ അളിയൻ. നിരപരാധിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ചെയ്യില്ലേ? SI ഒന്നും വരൂലെന്ന് പറഞ്ഞില്ലേ? ഇതാദ്യമായിട്ടുള്ള ഒരു ഓൺലൈനില് എന്തൊരു ഇത്ര കാലമായിട്ട് എനിക്കിതൊന്നും അനുഭവില്ലേട്ടാ. ഇത് എനിക്ക് അനുഭവം ഉണ്ട്. അപ്പൊ വരുമ്പോഴല്ലേ അനുഭവിക്കണത്. റൂമിൽ നിന്ന് പുറത്തിറക്കണ്ട. ഇല്ല. പുറത്തിറക്കിയതല്ലേ പിള്ളേരുടെ ഇവിടെ നോക്കിന്നോളാം. നമുക്ക് പോയി കാണാൻ പറ്റുമോ? ഇല്ല, ഞാൻ വിളിക്കാം. അവിടെ ഇതെന്തുട്ടെ ഈ വെർച്വൽ അറസ്റ്റ്? എടാ 10-12 പ്രാവശ്യം പോലീസ് പിടിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇമാര് അറസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ത് പോട്ട്? ഇനി പേടിക്കാനൊന്നുമില്ല. ഈ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചോദ്യം ചെയ്യണോ? അപ്പൊ ഇടിയൊന്നും കിട്ടില്ലല്ലോ. എന്റെ സുധിയുടെ എവിടെ? എന്താ സ്ഥിതി? എന്ത് എന്റെ വിവരം കിട്ടിയോ? വിവരം കിട്ടിയ ഞാൻ അവിടെ നിൽക്കൂടാ. നിൽക്കുക ആരെയാണ് അത് വീണ്ട്? സുധേട്ടാ, ശരിക്കും ആരെ വെറുപ്പിച്ച് എന്റെ പേരിലാ കേസ് എടുത്തേപ്പോ? അതൊന്നും നിൽക്കാറില്ല. എന്റെ ചങ്കാണ്. അവൻ എന്തേലും പറ്റിയിട്ടില്ല. ഞെള്ളുണ്ട തൊണ്ട കുടിക്കപ്പോ രക്ഷപ്പെടുത്തിയാണ് എന്നെ. അവന് വേണ്ടിട്ട് ഗോതമ്പുണ്ട് തിന്നാൻ എനിക്ക് മടിയൊന്നുമില്ല. അവന് പേര് ഞാൻ പോവുകയും ചെയ്യില്ല. നിങ്ങൾ പേടിക്കുന്നു വേണ്ട. ഞങ്ങളെ മലയാളി ഞങ്ങൾക്ക് വലുതാണ്. நீங்கள் நான் என்ன சொல்லுனா அது கேளுங்க. உங்களை முதல்ல உங்களை பேங்க் அக்கௌண்ட் பேங்க் டீட்டெயில்ஸ் அதெல்லாம் எனக்கு சென்ட் பண்ணும். அது சென்ட் பண்ணும்போது ஒரு OTP வரும். ആ OTP കറക്റ്റാ சொல்லணும். ആ OTP കറക്റ്റാ சொல்லிയാ എങ്ങൾക്ക് കേസ് ഫയലിലല്ല അത് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളെ സേവ് ചെയ്യാൻ പറ്റും, നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും. സാറേ മതി. ഞാൻ എന്താ ചെയ്യണ്ടത്? അല്ലാണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ലേ. അതാണ് എന്റെ ദൈവമേ, അളിയൻ ഏതാണ്ടൊക്കെ കിടന്ന് പറയുന്നുണ്ട്. നീ എന്താ കിടക്കണേ? അല്ല, കാര്യം അറിയാൻ വേണ്ടി നിൽക്കുക. എന്തോ ട്രൈബിനെ കാണാത്ത ഞാൻ പോയി അന്വേഷിക്കണേ. ഓരായിക്കോളും. നിങ്ങൾ ഇനി അവിടെ അലമ്പുണ്ടാക്കി നിൽക്കണം. എന്തുട്ട് വർത്താനാണ് പറയണത്? എനിക്ക് അലമ്പുണ്ടാക്കല പണി. അല്ല സുധേട്ട, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു. നീ നാളെ തന്നെ പറഞ്ഞേക്കോ അങ്ങോട്ട് വീണ്ടും? ഇല്ല, പാർത്തിൽ അറസ്റ്റ്, ഒരു കോപ്പിൽ അറസ്റ്റ്, ഓലക്കേന്റെ മൂട്. എന്തുട്ട് പ്യാരി നീ ഇതിന്റെ അകത്ത് പോയിരിക്കണേ? നീ ഇവരെ അറിയണ ഞങ്ങളെ ടെൻഷൻ അടിച്ചിരിക്കില്ലേ? ഇപ്പൊ എന്തുട്ട് നടക്കണേ? സുധേട്ടാ, കാര്യങ്ങള് നമ്മുടെ കൈവിട്ടിരിക്കുകയാണ്. ഗൗരവമാണ്. ഓരോരോ
എസ് ഐമാര് മാറി മാറി ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കും. അളിയൻ പെട്ടെന്നാ തോന്നുന്നത്. പാവണ് ശീതള സംസാരിക്കാറില്ല. ഈ ആരാണത്? ഞാൻ സംസാരിക്കല്ലോ. ഇടപെടല്ലേ? കാരണം ഒറ്റക്ക് അയാളെ ചോദ്യം ചെയ്യണമെന്ന് അവര് നിർബന്ധം പറഞ്ഞേക്കാണ്. നമ്മൾ ഇടപെട്ട ഇത് കൈവിട്ടു പോകും. ശരിക്കും എന്താ ഉണ്ടായത് ഇപ്പോ? എന്റെ മൊയ്തു പുള്ളി എന്തോ ഡിസ്കൗണ്ട് സെയിലിന് കുറെ പർച്ചേസ് ചെയ്തായിരുന്നല്ലോ തുണികൾ ഡൽഹി പോയിട്ട്. അപ്പൊ അത് പാർസൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരു കമ്പനിനെ ഏൽപ്പിച്ചു വെച്ചു. ആ പാർസൽ അവര് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അതിന്റെ അകത്ത് MDMA മയക്കുമരുന്നൊക്കെ പിടിച്ചെന്നാ പറഞ്ഞത്. ആ കമ്പനി പറ്റിച്ച പണിയാണ്. ശീതളം പാവാണെന്ന്. അല്ല അപ്പഴേ നമ്മളെ പരിപാടി ക്യാൻസൽ ആവുമോ? പരിപാടി അളിയനകത്ത് പോകുന്ന തോന്നുന്നു. ഫ്ലക്സ് ഒക്കെ അയച്ചേക്കാം. എന്തുകൊണ്ട് ഫ്ലക്സ് അയക്കണേ? അതിന് ശീതളിന് എവിടെ പോകണമെന്നില്ല. അല്ല അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അറിഞ്ഞേ. ആരെ അറസ്റ്റ് ചെയ്തോണ്ടേ? ഞാൻ ഇവിടെ നിൽക്കുമ്പോളാ പോലീസ് വന്നിട്ട് വല്ല തീണ്ട അറസ്റ്റ് ചെയ്തോണ്ടുമ്പളേ വേണ്ടാ മറ്റേ നെഞ്ഞത്തെ ഒട്ടിട്ട് തേട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്റെ സുഖേട്ടാ ആ സൈസ് ഒന്നും ഇവിടെ ചെലവാകൂല. ഒന്നും മിണ്ടാതെ നിൽക്കും. എന്നും മിണ്ടായിട്ട് അവിടെ ഞാൻ കാണാത്ത സ്റ്റേഷനും ചെയ്യില്ല. അപ്പോൾ ഞാനിപ്പോ ഞങ്ങളുടെ ഡൽഹി പോലീസിന്റെ ഒഫീഷ്യൽ വാട്സാപ്പിന്റെ ഒരു ഹായ് അങ്ങോട്ട് വിടും. അപ്പൊ അതിലേക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അണപ്പുങ്ക. അപ്പൊ അത് OTP அதுக்கு பின்னாலே வரும். ஓகே ஓகே முதல்ல நீங்கள் फर्स्ट അല്ല മുതൽ എനിക്ക് ഇനി വേണ്ട. മുതൽ क्या बोल रहा है तुम? तमाशा छोड़ो. അക്കൗണ്ട് ഡീറ്റെയിൽസ് ജൽദി भेजो. ഇല്ലെങ്കിൽ നിങ്ങൾ അകത്ത് പോകും. 50 വർഷം ജയിലിൽ കിടക്കും. അല്ല വേണ്ട സാറേ, ഞാൻ എന്താ ചെയ്യാ? സത്യേട്ടൻ ശ്രീധരേട്ടന്റെ ഏട്ടനാണ്. പേടിക്കണ്ട. വിവരം അവിടെ എത്തിയിട്ടുണ്ട്. ശീതളൊന്നും ഒരു ചുക്കും പിടിക്കില്ല. ഒന്നും സംഭവിക്കാന്. നീ എന്നാ ഇറങ്ങിയേ? ഞാന് ഒരാഴ്ച നീ പോണില്ലേ? പിന്നെ പോണം. ഇവിടെ നിന്ന് എങ്ങനെ ജീവിക്കുന്നു? എന്തോടെ ശീതളത്തിണ്ട് മറ്റാ വർച്ചിലെ അറസ്റ്റ്. എന്തുട്ടത് എങ്ങോട്ട് പോണേ? അവിടെ നിന്നോ. അല്ല വിളിക്കാം അവിടെ നിന്നോ. സംസാരിക്കണ്ടേ? എല്ലാവരും ഇവിടെ നിന്ന് സമയം ചെയ്തിട്ട് ഓരോരുത്തർ ഇടയ്ക്കിടയ്ക്കൊന്ന് വിവരം തന്നെ. പറ്റിയ സൈക്കിള് അടുക്കള വഴി കയറിയല്ലോ. അതും മറ്റേ അറസ്റ്റില്ലടാ. എന്ത് നമുക്ക് പോണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ വരും ഇടയ്ക്കിടയ്ക്ക് വന്ന് വിവരം തരും നമുക്ക്. സാറേ ഹൈ വന്നിട്ട് ഒരു ഇത് ഞാൻ ഇത് ഡൽഹി പോലീസ്. ഐ ആം സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് ഡൽഹി പോലീസ്. അക്കൗണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞാ നിങ്ങളെ എല്ലാരും ചേർത്ത് ഞാൻ ജയിലിൽ പോടും. എല്ലാരും ജയിലിൽ പോടും. സർക്കിൾ ഇൻസ്പെക്ടർ ഡൽഹി പോലീസ്. നീ സർക്കിൾ ഇൻസ്പെക്ടറാ? നീ സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന് കഴിഞ്ഞു വെച്ചോ. ഞാൻ ആരാന്ന് മനസ്സിലായോ നിനക്ക്? താടിക്കാരൻ നിങ്ങൾ കളിക്കരുത്. നിങ്ങൾ ആര്? ഞാൻ ആരാ നിനക്ക് മനസ്സിലായോ? നിങ്ങൾ ആരെന്നുള്ളത് എനിക്ക് പ്രോബ്ലം ഇല്ല. ഞാൻ ജയിലിൽ പോണ്ട കേസൊന്ന് നീ അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുത്താ? ഇല്ലേ, പറഞ്ഞു നിങ്ങൾ പറയൂ. പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. അക്കൗണ്ട് നമ്പർ നിങ്ങൾ പറഞ്ഞാലും മതി. ഇത് ഇങ്ങനെ നടക്കില്ലടാ. നമുക്ക് ഇവിടുത്തെ സൈനെ വിളിച്ചാലോ? വിളിക്കാല്ലേ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിച്ചാ പോലെ. ഇതെന്താ വേന്നറിയില്ലോ. ഒന്നുമില്ല. നീ വന്നപ്പോ മുതൽ മുടയാണല്ലോടാ. നീ ഒരു കാര്യം ചെയ്തോ? പോലീസ് ഓഫീസർ. നിങ്ങൾ നീന്നൊക്കെ ആരെ വിളിക്കുന്ന? ഐ എം പോലീസ് ഓഫീസർ. നീ ഒരു കാര്യം ചെയ്തോ? ഇവനെതിരെ കേസ് എടുത്തോ? നീ കേസ് കൊടുത്തോ അവന്റെ പേരിൽ? അവനെ പിടിച്ച് ജയിലിട്ടോടെ. എത്ര കാലം വേണമെങ്കിലും നീ അവനെ പിടിച്ച് ജയിലിലിട്ടോ, ഒരു പ്രശ്നമില്ല. ആ കേസ് ഞാൻ നടത്തിക്കോളാം. 50 years അയാൾ ജയിലിൽ കിടക്കും. അയാൾ ജയിലിൽ കിടന്നോട്ടെ. ആജീവനാന്ത കാലം ജയിലിൽ കിടക്കട്ടെ, കുഴപ്പമില്ല. നീ കേസ് കൊടു. നിങ്ങൾ എല്ലാരും ജയിലിൽ കിടക്കും. കിടക്കും. നീ കേസ് കൊടു. നിങ്ങൾ ഡൽഹി പോലീസിനോടാണ് ഇപ്പൊ കളിക്കുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്റെ ഒരു പരിപാടി നടക്കില്ല. ഞാനാരാ നിനക്ക് മനസ്സിലായ? നിങ്ങൾ ഹിന്ദി
പോലോ എനിക്ക് അത് മനസ്സിലാവുന്നില്ല. നീ മലയാളം പറ, നീ മലയാളത്തിൽ പറ. അതെനിക്ക് പറയാൻ പറ്റും, എനിക്ക് പക്ഷെ കേട്ടാ മനസ്സിലാവില്ല. മലയാളം ശരിക്കും പറഞ്ഞു ഹലോ ഹലോ, നിങ്ങൾ അക്കൗണ്ട് നമ്പർ അയക്കൂ, അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കൂ. നിനക്ക് പൈസ ഒക്കെ കൂടുതൽ തരാം. നീ ചോദിക്കണ പൈസ മുഴുവൻ നിനക്ക് തരാം. നിനക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ. ഇന്റെ ശീതളനെ സേവ് ചെയ്യണം. ശീതളൻ ഇല്ലെങ്കിൽ ശീതളൻ ജയിലിൽ പോകും. പോവും. പൊക്കോട്ടെ, കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ ഇത് അയക്കൂ. നീ ഒരു കാര്യം ചെയ്തോ, നീ നിന്റെ പേര് പറഞ്ഞ ആദ്യം. ഞാൻ മന്മഥൻ സിംഗ്, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഡൽഹി. എന്നാ എന്റെ നീ കുറിച്ചെടുത്തോ. എന്റെ ഞാൻ ആരാണെന്നുള്ളത് നീ കുറിച്ചെടുത്തോ. तुम कौन है? സത്യശീലൻ. സൈബർ പോലീസ്, സൈബർ കമ്മീഷണർ, കേരള. സത്യേട്ടാ, അവന് വെർച്വൽ അറസ്റ്റ്. സത്യൻ സാർ, ടെററിസ്റ്റ് പാകിസ്ഥാൻ ബിസിനസ്. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നിന്റെ ഫോണിൽ ഇപ്പൊ ഒരു OTP വരും. ആ OTP നീ എനിക്ക് പറഞ്ഞു തരണം. ഫോൺ കൊടുത്ത് ഒന്നും വേണ്ടല്ല, അവനെ അറസ്റ്റ് ചെയ്യണം. നിന്റെ പേര് പറഞ്ഞേ. मेरा नाम मनमथ सिंह, सर्किल इंस्पेक्टर ऑफ पुलिस, दिल्ली. എന്റെ പോലീസ് ഇപ്പൊ ശരിയായി തരാം. അപ്പോ സിംഗ് ഒരു കാര്യം ചെയ്തോ, നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നിന്റെ ഫോണിലേക്ക് ഇപ്പൊ ഒരു OTP വരും. ആ OTP നീ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടാ. തുമാരെ അറസ്റ്റ് ഒരു OTP വരാ. OTP പറഞ്ഞതാ. വന്നു കാണും. ഹലോ എടാ ശീതള, എന്താ നിങ്ങളുടെ വിചാരം? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അളിയനോട് അത് തട്ടിപ്പാണെന്ന്. ഒന്നാമത് ഒരുപാട് ആളുകൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത് ഇപ്പൊ വേറെ ഏതോ ഒരു സിനിമയിലുള്ള ഒരാൾക്ക് അങ്ങനെ പറ്റിയല്ലോ, ഒരു സംവിധായകൻ എന്തോ. പക്ഷെ അവർക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് അവർക്ക് അവരതിൽ പെട്ടില്ല. അപ്പൊ ഇതേപോലെ അവരൊക്കെ ഒന്നാമത് അവർ നോക്കുന്നത് നല്ല പൈസയുള്ള എന്നാൽ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. മനസ്സിലാവണ്ട. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഇനി വന്നാൽ നേരെ പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുക. അല്ലാതെ അവനവന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് മുഴുവൻ വിളിച്ചു പറഞ്ഞു കൊടുക്കുക അല്ല വേണ്ടത്. എന്തിനെ വിളിച്ചു പറയണം? നമ്മൾ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താ പറയാൻ അവനോട് ദേഷ്യപ്പെട്ടെന്താ കാര്യം? പിന്നെ ഞാൻ ഗ്യാസ് പോയിട്ട് നിൽക്കുക, ഞാൻ ആകെപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. മനസ്സിലായി, ഏട്ടൻ പറഞ്ഞു മനസ്സിലായി. അത്രേ ഉള്ളൂ. ഒരു കാര്യം മാത്രം മനസ്സിലാവത്തെ. എന്താണ്? ബുദ്ധിയില്ലാത്ത പൈസക്കാരെങ്ങനെ മനസ്സിലാവണത്?